ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്ന പോലെ ഇത് ഞാൻ ഒരു 4 മാസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. നിങ്ങൾ ആരും കാണാറില്ല, ബട്ട് എന്നാലും ഇടയ്ക്കൊക്കെ എൻ്റെ ചാനലിൽ പോയി ഷോർട്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കണേന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടേക്കാന്ന്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, വീക്കെൻഡാണ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊന്ന് പുറത്ത് പോവുകയാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ എനിക്ക് എപ്പോഴും ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകാനായിരുന്നു ഇഷ്ടം. ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ പോകാൻ ഇഷ്ടമാണ്. കൂട്ടത്തിൽ കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്ത് പോകാൻ, രാവിലെ എഴുന്നേറ്റ് തന്നെ റെഡിയായി കഴിക്കാൻ പോകാൻ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യം ഒരു സ്വെറ്ററും ഒരു സ്കേർട്ടുമാണ് ഇട്ടത്. പക്ഷേ ഞാൻ അതിന് ശേഷം ഡ്രസ്സ് മാറ്റി. ആസ് യൂഷ്വൽ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഡ്രസ്സ് മാറ്റിയിരിക്കുക. അതെൻ്റെ ഒരു ശീലമാണ്. അങ്ങ് സെറ്റാകത്തില്ല, വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിടും. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു കഫേയിലാണ് കഴിക്കാൻ പോകുന്നത്. ഈ കോഫി പിന്നെ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കൂടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരുടെയും 2024 എങ്ങനെ ഉണ്ടായിരുന്നു പറയും. എനിക്കറിയാം 2025 കഴിഞ്ഞ് ഒരു മാസവും കഴിഞ്ഞ് ഇപ്പോൾ ഫെബ്രുവരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു വരുന്നത് അല്ലേ. എനിക്ക് കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള ഒരു വർഷമായിരുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഒരു നല്ല വർഷമായിരുന്നു. അത് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു പിടിച്ചു കുലുക്കിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. ഇനിയിപ്പം ആരാന്ന് വിചാരിക്കേണ്ട. അപ്പോൾ അച്ഛൻ്റെ അനിയൻ ഹീസ് ലൈക്ക് മൈ ഫാദർ. അപ്പോൾ കൊച്ചച്ഛൻ മരിച്ചതാണ് എനിക്ക് 2024 ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയാം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ 24 കരിയർ വൈസും ബാക്കി യൂട്യൂബ് വൈസ് 0 ആയിരുന്നു. ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു വർഷമായിരുന്നു. പക്ഷെ അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയർ വൈസൊക്കെ ടച്ച് വുഡ് എല്ലാം നന്നായിട്ട് പോയൊരു വർഷമാണ്. അപ്പോൾ 2025 ഇത് ഭയങ്കര നല്ലൊരു വർഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലേ. എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ, നമുക്ക് ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ്, യു വിൽ ഹാവ് 100 പ്രോബ്ലംസ് സ്റ്റിൽ യു ഹാവ് എ ഹെൽത്ത് പ്രോബ്ലം. അത് കേട്ടപ്പോൾ എനിക്ക് സത്യമാണ് അല്ലേ. നമുക്ക് ബാക്കിയെല്ലാം ജോലിയിലെ ആ പ്രശ്നം, മറ്റത് ഈ പ്രശ്നം, വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത് മാങ്ങാത്തൊലിയുമ്പോൾ നമ്മൾ വരും. ഒരു ഹെൽത്ത് പ്രോബ്ലം വരുന്നവരേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഈറ്റ് ഹെൽത്തി, ഡു വർക്കൗട്ട്സ്, കീപ് വാക്കിംഗ്, മൂവ് യുവർ ബോഡി. ഇത് ഞാൻ എപ്പോഴും പറയണ കാര്യമാണ്. ജസ്റ്റ് ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് മാൻ. സോ അതുകൊണ്ട് അതെപ്പോഴും ഭയങ്കര അതിന് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കും. അപ്പോൾ 2025 നമുക്കിടെ എല്ലാവരുടെയും റെസൊല്യൂഷൻ ബെറ്റർ ഹെൽത്ത് എന്നുള്ളതായിരിക്കട്ടെ. നമുക്ക് എല്ലാവരും ഹെൽത്തിയാണ്, ബട്ട് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം. ഓക്കെ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിക്കും ഈ പുറത്ത് പോയി ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള വാചകം. പുറത്ത് പോയി ഫുഡ് നമ്മൾ കഴിക്കണം, നമ്മൾ വേണ്ട എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യണം. ഇതിൻ്റെയൊക്കെ കൂടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു വർക്കൗട്ട് റുട്ടീനിൽ ഞാൻ ഒരിക്കലും ഒരു ക്രാഷ് ഡയറ്റോ വർക്കൗട്ടും വെയിറ്റ് ലോസ് റുട്ടീനിലോ ക്രാഷ് ഡയറ്റോ ഇന്ന ഡയറ്റ് അതൊന്നും പറയില്ല. എനിക്ക് വേണ്ടതൊക്കെ കഴിക്കുന്ന ആളാണ്. ഞാൻ മധുരം കഴിക്കും, ഞാൻ എന്താ പറയുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. ബട്ട് ഞാൻ എല്ലാം മോഡറേറ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. അതായത് ആഴ്ചയിൽ ഒരു 4 ദിവസം ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കും. പിന്നെ വീക്കെൻഡിലൊക്കെ അതും ഇതൊക്കെ ചീറ്റ് മീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോഴും എനിക്ക് എൻ്റെ കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഒരു ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളൊരു ഗോള് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വയ്ക്കാനായിട്ട്. അതായത് നിങ്ങൾ 3 മാസത്തേക്ക് ചെയ്തിട്ട് പിന്നെ ബാക്ക് ടു നോർമൽ, അങ്ങനെ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം ഈ സംഭവം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മുടെ ഫുഡൊക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കാപ്പി ഇല്ലാണ്ടൊരു ജീവിതമില്ല. എനിക്കൊരു ദിവസത്തിലൊരു 4 കാപ്പിയായിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ കാപ്പി കൂടി. ഞാൻ ഒരു 7-8 കാപ്പിയൊക്കെ ഒരു ദിവസം കുടിക്കും. അപ്പോൾ ഈ വർഷം തുടങ്ങി ഒരു 4 കാപ്പിയിലൊക്കെ ഞാൻ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയ ശീലമൊന്നുമല്ല, എനിക്ക് പണ്ട് തുടങ്ങിയേ ഉള്ള ശീലമാണ്. പണ്ട് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങി. എൻ്റെയൊക്കെ വീട്ടിൽ കൂടുതലും കാപ്പിയാണ് ഉണ്ടാക്കാറ്. ഞങ്ങൾ ഹൈ റേഞ്ചുകാരായതുകൊണ്ട് അവിടെ കാപ്പിയായിരുന്നു കൂടുതൽ പ്രാമുഖ്യം. അപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മയിൽ തന്നെ രാത്രി ഇങ്ങനെ അമ്മ ഞാൻ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫ്ലാസ്കിൽ കാപ്പി ഉണ്ടാക്കി നിറച്ച് വയ്ക്കും, ബ്ലാക്ക് കോഫി ഉണ്ടാക്കി നിറച്ച് വയ്ക്കും. അതിങ്ങനെ ഒഴിച്ചൊഴിച്ച് കുടിക്കുമായിരുന്നു ഉറക്കം വരാതിരിക്കാൻ. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ തന്നെയായാലും ആദ്യം തന്നെ ഞാൻ ആ കാപ്പി എടുത്ത് കുടിക്കുമായിരുന്നു. അതെൻ്റെ ഒരു ശീലമാണ്. ആ ശീലത്തിൽ നിന്ന് ഉണ്ടായതാണ് എൻ്റെ ഒരു കാപ്പി കുടിയെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഈ രാവിലെ തന്നെ കാപ്പിയുടെ മണം അടിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ പണ്ടത്തെ കുട്ടിക്കാലത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കാപ്പി ഉണ്ടാവും കുടിക്കാനായിട്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ പോകും.
അങ്ങനെ എനിക്കൊരു നൊസ്റ്റാൾജിയാണ് കാപ്പി. അന്ന് തുടങ്ങിയ ശീലമാണ് കാപ്പി കുടിക്കുക എന്നുള്ളത്. പിന്നെ കാപ്പി ഒരു അൺഹെൽത്തി ഡ്രിങ്കൊന്നുമല്ല. നമ്മളൊരു 4-5 കുടിക്കുന്നത് അൺഹെൽത്തിയാണ്. 2 കാപ്പി ഒരു ദിവസം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്, ടിക്ടോക്ക് ദൈവങ്ങൾ പറയുന്നത്. എല്ലാം നമുക്കിപ്പോൾ ടിക്ടോക്കും റീൽസിലും ആണല്ലോ നമുക്ക് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യലും നിർത്തി. എന്ത് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ആദ്യം പോയി ടിക്ടോക്കിൽ സെർച്ച് ചെയ്യും. ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് നല്ലതാണോ, സ്കിൻ കെയർ നല്ലതാണോ, കാപ്പി നല്ലതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് വൈസ് ആയാലും ഈ ടൂള് നല്ലതാണോ, മറ്റേത് നല്ലതാണോ, അതൊക്കെ എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം പോയി ടിക്ടോക്കിലാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ ടിക്ടോക്ക് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ടിക്ടോക്കോ അല്ല ഇൻസ്റ്റഗ്രാം പിന്നെ അത്രയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ടിക്ടോക്കിലാണ് കുറച്ചുകൂടെ കാര്യങ്ങളുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ എടുത്തു. അതൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റെലവൻ്റ് അല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാതെ എന്താ ഞാൻ പറഞ്ഞതെന്നുള്ളത്. ഇത് ഞാൻ 3 ഡ്രസ്സ്, ഇന്ന് എനിക്ക് വൈകിട്ടൊരു ഇനാഗുറേഷനുണ്ട്. അപ്പം അതിന് ഉണ്ടാകാൻ വെച്ച 3 ഡ്രസ്സാണ് കേട്ടോ. ഒന്നൊരു കഫ്താനും, ഒന്നൊരു ജംപ് സ്യൂട്ടും, ഒന്നൊരു ഷർട്ടും സ്കേർട്ടും. അപ്പോൾ ഒരു ഇനാഗുറേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇനാഗുറേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നില്ല. എനിക്കിതിനു മുമ്പ് ഒരു ഇനാഗുറേഷൻ വന്ന് അവർ തന്നെ പുതിയ ഷോറൂം തുടങ്ങിയപ്പം എന്നെ വീണ്ടും വിളിച്ചതാണ്. അപ്പം ഇത് ആദ്യം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കണ്ട ഓർമ്മയുണ്ടാവും. ആ ഷോറൂം ഷാർജ അജ്മാൻ ബോർഡറിലായിരുന്നു. അവിടെ പോയി ഇനാഗുറേറ്റ് ചെയ്തു. ദേ ലൈക്ക് ഫാമിലി ടു മീ. അവരെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അവരുടെ എല്ലാ ഉയർച്ചയിലും എല്ലായിടത്തും ഞാനൊരു പാർട്ടാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവർ ദുബായിൽ ഷോറൂം തുടങ്ങിയപ്പം എന്നെയും കൂടെ വിളിച്ചതാണ് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മേക്കപ്പ് പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു ന്യൂഡ് ഐ ഷാഡോ, പിന്നെ എന്താ പറയുക, ഒരു കൺസീലർ, ഒരു മസ്കാര, ഒരു ബ്ലഷ്, അതൊക്കെയാണ് ഇട്ടത്, ഹൈലൈറ്റർ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഇനാഗുറേഷൻ വൈകിട്ട് പോയാൽ മതി. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സൈഡിൽ. ഞാനപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം റെഡി ആവാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് സ്പോട്ട് കൺസീലിംഗ് ഒക്കെ ചെയ്ത്, പിന്നെ ഇതാണ് ഇട്ടേക്കുന്ന ഡ്രസ്സ്. പറഞ്ഞാലും ആദ്യം ഇടാൻ വെച്ചിരുന്ന കഫ്താനായിരുന്നു. അത് മാറ്റി ഞാൻ ഇതാക്കി ഡ്രസ്സ്. ആ കഫ്താൻ ഇട്ടായിരുന്ന കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പോണെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ബ്രാൻഡ്, ഈ ട്രൈലോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ ഇന്ത്യയിൽ നിന്നേ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ വന്ന് ഇവരുടെ ഈ വീഡിയോസിന് വേണ്ടി യൂസ് ചെയ്ത് തുടങ്ങിയതല്ല. ഞാൻ ഇതിക്ക് മുന്നേ യൂസ് ചെയ്ത് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് ഞാൻ ഈ ബ്രാൻഡിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്ത്, അങ്ങനെയാണ് നമ്മൾ തമ്മിലൊരു കണക്ഷൻ കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവരെങ്ങനെ പരിചയം, അങ്ങനെയാണ് അവർ എന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ തുടങ്ങിയൊരു എന്താ പറയുക, ഒരു അടുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും റെഡി ആയിട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു എന്താ പറയുക, ഒരു സിമ്പിളായിട്ട് പോവാം, ഒത്തിരി ആർഭാടങ്ങൾ വേണ്ടാന്ന് ഓർത്തിട്ടാണ് സ്കേർട്ടും ടോപ്പും ഇട്ടത്. പിന്നെ എൻ്റെ കൂടെ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് ഐഷാസ് കിച്ചണിലെ ഐഷയുണ്ട്. എനിക്കും ഐഷയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഭയങ്കര വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഐഷേനെ കാണാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐഷനെ. അപ്പം അമ്മ ഞാൻ ഐഷയുടെ കൂടെ ഇനാഗുറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തന്നെ ഇനാഗുറേറ്റ് ചെയ്യുന്നതിലും സന്തോഷമാണ്. ഐഷയുടെ കൂടെയാണോ എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എന്നെക്കാൾ എക്സൈറ്റ്മെൻറ്റ് അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഗോൾഡൻ അവറിൽ ഇങ്ങനെ ഉദ്ഘാടനത്തിൽ പോകണം. ഒരു 6:30 ഉദ്ഘാടനമായിരുന്നു. അപ്പം ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് നല്ല ദൂരമുണ്ട് ഈ മദീന മോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ദുബായിയുടെ ഒരറ്റവും, ഞാൻ താമസിക്കുന്നത് ഒരു മറ്റേ അറ്റമാണ്. അപ്പോൾ ഞാനിങ്ങനെ പോവുകയാണ്. അപ്പം എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഐഷാനെ കാണാനും പരിചയപ്പെടാനും ആയിരുന്നു. അപ്പോൾ അവരുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു മന്തി റെസിപ്പി ഞാൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഐഷാസ് കിച്ചണിലെ അത് നോക്കിയിട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കണതെന്ന്. എനിക്ക് വെജ് ഞാൻ വീണ ചേച്ചിയുടെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുക. നോൺ വെജ് എന്തുണ്ടെങ്കിലും ഐഷാസ് കിച്ചൺ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. ഞാൻ കൂടുതൽ അങ്ങനെയാണ് നോക്കുക. പെട്ടെന്ന് റെഫർ ചെയ്യണമെങ്കിൽ ഇവർ 2 പേരുടെയാണ് വീഡിയോസ് ഞാൻ നോക്കാറുള്ളത്. അപ്പോൾ മന്തി ഒരു ദിവസം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നേരെ പോയിട്ട് ഐഷാസ് കിച്ചൺ മന്തി റെസിപ്പി എന്ന് അടിച്ചു കൊടുത്തപ്പോൾ വന്നു. ആ ഇഷ്ടം മന്തി അതാണ് എപ്പോഴും ഉണ്ടാക്കുക. എപ്പം മന്തി ഉണ്ടാക്കിയാലും ആ റെസിപ്പിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ മുകളിലെത്തി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. നമ്മളിങ്ങനെ എസ്കലേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കാണാം റിസ ബൈ ട്രൈലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിൽക്കുന്നതാണ് നിജാസ്, കടയുടെ ഓണറാണ്. പിന്നെ അപ്പം ആദ്യം തന്നെ അപ്പോൾ പറഞ്ഞു ഐഷയൊക്കെ അകത്തുണ്ട്, ഐഷ ഷാനുക്ക് അകത്തുണ്ട്, പുള്ളിയുടെ വൈഫ് അവരകത്തുണ്ട് പറഞ്ഞു. ഇതാണ് നിജാസിൻ്റെ വൈഫ് ഷാനു, പിന്നെ ഐഷ. അപ്പോൾ നമ്മൾ ഐഷാനെ ഇങ്ങനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പരിചയപ്പെടുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടയിൽ കയറിയിട്ട് കുറേ നേരം അവിടുത്തെ പുതിയ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവർ പരിചയപ്പെടുത്തി തരികയാണ്. സ്റ്റാഫും ഷാനും കൂടെ കൂടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുതിയ വന്നേക്കുന്ന സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരിക. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ.
കിടിലം പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു ചെയ്യാം. അടിപൊളിയാണ്. ഞാൻ പറയുമ്പം വിചാരിക്കണം ഞാൻ മാർക്സ് ആൻഡ് സ്പെൻസറിൽ നിന്നും H&Mൽ നിന്നും സാറയിൽ നിന്നൊക്കെ ഓരോന്ന് യൂസ് ചെയ്തിട്ട് അതിലൊക്കെ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയേക്കുന്നതാണ് ഈ ട്രൈലോ റിസയുടെ ബ്രാസും കാര്യങ്ങളൊക്കെ. പിന്നെ അവർക്ക് അത്യാവശ്യം വേറെ ഇത് ഇന്നവേഴ്സ് മാത്രമല്ല, നമുക്ക് കുറച്ച് കുർത്തകളും സാരികളും അങ്ങനത്തെ കളക്ഷൻസും ഉണ്ട്. പിന്നെ നൈറ്റ് വെയർസ് ഒത്തിരി ഉണ്ട്. കിഡുവാണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇട്ടിരിക്കുന്നത് വരെ അവരുടെ നൈറ്റ് വെയറാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സൂപ്പർ നൈറ്റ് വെയർസാണ്. അപ്പോൾ ഇപ്പം ഇതൊക്കെ സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവരെനിക്ക് ഇപ്പോൾ എടുത്ത് കാണിച്ചത് സ്പോർട്സ് ബ്രാ ആണ് കേട്ടോ. ഞാൻ ഇപ്പം എൻ്റെ അഡിഡാസ് നൈക്കിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു മീൻസ് സൈഡിലേക്ക് വെച്ച് എനിക്ക് ട്രയലോ കിട്ടി. പിന്നെ ഇവരുടെ ഈ സ്പോർട്സ് ബ്രാ കിട്ടിയ പിന്നെ ഞാൻ ഇത് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ എല്ലാ വർക്കൗട്ടിനും വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുവാണ്. പിന്നെ നമുക്ക് ഇനാഗുറേഷന് സമയമായി. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് റിബൺ കട്ട് ചെയ്തിട്ട് നമ്മൾ കയറുവാണ്. അപ്പം ഞാൻ ഈ റിസ ബൈ ട്രൈലോ എന്ന് പറയുന്ന ഇവർക്കും ജാസ്റ്റിനും ഷാനുവിനുമൊക്കെ എല്ലാവിധ ഭാവങ്ങളും നേരുവാണ്. ഇനി ഒത്തിരി ഷോറൂംസൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റട്ടെ. എന്നല്ല, തുറക്കാൻ പറ്റട്ടെ. അതിൻ്റെയൊക്കെ പാട്ടാവാൻ ഞാനും ഉണ്ടാവട്ടെ, ഐഷ ഉണ്ടാവട്ടെ, എല്ലാവരും ഉണ്ടാവട്ടെ. ആ നടുക്ക് നിൽക്കുന്ന ഷാൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഉമ്മേനെ വിളിച്ച് നമ്മൾ കയറ്റിയതാണ് കടയിലേക്ക്. അപ്പോൾ നമ്മൾ പിന്നെ അകത്ത് കയറി. പിന്നെ കുറച്ച് പേരൊക്കെ വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ആദ്യം തന്നെ ഭയങ്കര രാവിലെ തന്നെ ഒരു ഓക്കേർഡ് ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ ഇനാഗുറേഷനോ ഞാനോ എന്നൊക്കെ ഒരു ഫീലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ദിവസം ഒരുപാട് ഫാമിലിയൊക്കെ വന്ന് സംസാരിച്ചു. പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഈവനിങ് ആയിരുന്നു എനിക്ക്. പിന്നെ അതിന് ശേഷം നമുക്കൊരു ചെറിയ കേക്കൊക്കെ നമ്മളെല്ലാവരും കൂടെ കട്ട് ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തപോലെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നല്ലൊരു ഈവനിങ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലീസ് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെ കാണാനായിട്ട് ഒത്തിരി പേരൊന്നും അങ്ങനെ വരാനില്ലല്ലോ. പിന്നെ വന്നിരിക്കുന്ന കൂടുതൽ ഐഷേനെ ഒത്തിരി പേർക്ക് അറിയാം. കാരണം ഐഷയുടെ വീഡിയോസ് കുറച്ചുകൂടെ പോപ്പുലർ ആണല്ലോ. അങ്ങനെ അപ്പോൾ ഐഷയെ കാണാനാണ് ഒത്തിരി പേരുണ്ടായിരുന്നത്. അപ്പോൾ എന്താ നമ്മൾ സ്റ്റാഫൊക്കെയാണ്, അവരോടൊക്കെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ.